ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല കുറുക്കിയ കറിയാണ്, അതുപോലെ തന്നെ ഒരുപാട് ചാളൊന്നുമില്ല, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതൽ മസാലകളൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്, അഥവാ കൊഞ്ച്. അതുപോലെ തന്നെ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉള്ളിയുടെ പകുതി, അതുപോലെ തന്നെ 5 or 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയ ചെമ്മീനായിരുന്നു, അതുകൊണ്ട് തന്നെ 2 കഷ്ണമാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല വലുപ്പം ഉണ്ടായിരുന്നു ചെമ്മീന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല നാടൻ സ്റ്റൈലിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ചട്ടിയിൽ വെക്കുക. ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എല്ലാ കറിക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടി ഒന്ന് അടുപ്പത്ത് വെക്കാം. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി പെട്ടെന്ന് വെള്ളമൊക്കെ ആറിയിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ചട്ടി ചൂടായി കിട്ടും. ചട്ടിയും ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കറിയിലും, പ്രത്യേകിച്ച് മീൻ കറിയിലൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാണ് അതിട്ട് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എരിവില്ലാത്ത പച്ചമുളകൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ നേരത്തെ ഇട്ട ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഉള്ളിയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായതുകൊണ്ടാണ് 4 എടുത്തത്, വലുതാണെങ്കിൽ 2 മതിയോ. അപ്പോൾ അതും ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ടതാണ്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പം തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ തക്കാളി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് പുളിയൊന്നും പിഴിഞ്ഞ് വയ്ക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം പുളിപ്പ് തക്കാളി തന്നെ ഉണ്ടാവും. തക്കാളിയൊക്കെ ഇത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെമ്മീൻ എടുക്കുന്ന സമയത്ത് ചെമ്മീൻ്റെ തല കൂടി എടുക്കും. തല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറിയിലിടുകയും ചെയ്യും, അതുപോലെ തന്നെ ഫ്രൈയും ചെയ്യലുണ്ട്. അപ്പോൾ എടുക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചെമ്മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതവിടെ ആവട്ടെ, അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കിയത് നെയ്പ്പത്തിലായിരുന്നേ. അപ്പോൾ ഉമ്മപ്പുറത്തുനിന്ന് നെയ്പ്പത്തിൻ്റെ അരിയൊക്കെ അരച്ചിട്ട് നെയ്പ്പത്തിൽ ചുടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡറിൽ നിന്നാണ് അരി അരക്കുന്നത്, പൊടി കൂട്ടലില്ല. നമ്മൾ നോർമലായിട്ടുള്ള അരി ഒന്ന് ചൂടുവെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് പൊതിർത്തിയിട്ട് ഗ്രൈൻഡറിൽ അരച്ചെടുക്കുക പതിവ്. എന്നിട്ട് അതൊന്ന് ഗ്രൈൻഡറിൽ അരച്ചതിന് ശേഷം ഒന്ന് ഉണ്ടയാക്കി പരത്തി ഇതുപോലെ എണ്ണയിലിട്ട് പൊരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ അരിപ്പൊടി ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല പൊന്തി വരികയും ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ട്, ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ ഇതാ നെയ്പ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കറിയും ഏകദേശം റെഡി ആകുന്നുണ്ട്. അപ്പോൾ ഇത് ചെമ്മീനൊക്കെ ഹാഫ് കുക്ക് ആയിട്ടുണ്ടാവും. നമ്മളിതിൽ പൊടികളൊന്നും ചേർത്തില്ല കേട്ടോ. ഇതൊക്കെ ചെമ്മീനിൽ നിന്ന് തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ്. അപ്പം നമ്മളിതിലേക്ക് പൊടികളാണ് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളി നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്മീനും പകുതി കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളില്ലേ, ഈ തക്കാളി വഴറ്റുന്ന സമയത്ത് തക്കാളി കുറച്ചൊന്ന് വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കണം. അല്ലാതെ നമ്മൾ മസാല ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതലായിട്ട് മസാലകൾ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ
മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ്. നമ്മൾ മുളക് പൊടി അത്രക്കാരും എരിവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ മുളക് പൊടി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാവിടെയും ഒന്ന് എത്തുന്ന വിധത്തിൽ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ കൂടുതൽ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിതിലേക്ക് പുളിയും പീയുന്നില്ല, അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഈ 2 പൊടികൾ മതി. ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ നമ്മൾ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഈ നമ്മൾ മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും ഒക്കെ പച്ച ചുവ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഉണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വലിയ ചെമ്മീനായതുകൊണ്ട് തന്നെ വേവാൻ കുറച്ചൊന്ന് ടൈം എടുക്കും. ഹാഫ് കുക്ക് ആയിട്ടുണ്ടാവും, എന്നാൽ കൂടി കുറച്ചുകൂടി വേവേണ്ടി വരും. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ തന്നെ അടച്ച് വെച്ച് വേവിക്കാം.